വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ആരാകണം മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് ഹസ്കർ ആൻഡ് ജെ.ആർ. പത്മകുമാർ വളരെ പ്രധാനപ്പെട്ട ചില സൂചനകൾ. അതായത് ഇപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ ആരാകണം നിങ്ങളുടെ മുഖ്യമന്ത്രി? വരുന്നു കെ ശൈലജയാണ്. കേരളത്തിന് വനിതാ മുഖ്യമന്ത്രി വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ. 25.2% പേർ. വി ഡി സതീശൻ തൊട്ടുപിന്നിലുണ്ട് 18.4%. നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ജെ.ആർ. പത്മകുമാർ. നിങ്ങളുടേതാണ് ലാസ്റ്റ് ശരി ഇന്നത്തെ സർവേയിൽ. മൂന്നാം സ്ഥാനം സുരേഷ് ഗോപി 16.1. പിണറായി വിജയൻ താഴ്ന്നു. BM ഹസ്കർ, അതായത് അധികാരത്തിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി തങ്ങളുടെ ഫേവറേറ്റ് ചോയ്സിലേക്ക് 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന കാഴ്ച, തുടർഭരണത്തിനൊടുവിലെ കാഴ്ച. ശശി തരൂർ 10.9, രമേശ് ചെന്നിത്തല 6.8%, കെ സുധാകരൻ 3, കെ സുരേന്ദ്രൻ 1.5, കെ സി വേണുഗോപാൽ 0.9, എം വി ഗോവിന്ദൻ 0.9. BM ഹസ്കർ, ജെ.ആർ. പത്മകുമാർ എങ്ങനെ വിശദീകരിക്കും ഈ മാറ്റത്തെ? അല്ല, ഇതില് കെ ശൈലജയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും കെ ശൈലജയുടെ പേര് വളരെ നാളുകളായി കേരളം ആഗ്രഹിക്കുന്ന ഒരു പേര് തന്നെയാണ്. അത് കേരളത്തിലെ സാമാന്യ ജനങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതൊരു തെറ്റല്ല. കെ ശൈലജ പാർട്ടിയുടെ മുഖം കൂടിയാണ്, CPM-ന്റെ നേതാവ് കൂടിയാണ്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെയാണ് CPM-ന് ഒരു പ്രാതിനിധ്യ സ്വഭാവത്തോടു കൂടി തന്നെയാണ് അതിനെ കാണേണ്ടത്. അല്ലാതെ CPM-ന്റെ മുഖ്യമന്ത്രി മോശം എന്ന അർത്ഥത്തിൽ അല്ല അതിനെ കാണുന്നത്. സ്വാഭാവികമായി ഒരു ആന്റി ഇൻക്യുബേഷൻ ഫാക്ടേഴ്സ് ഒക്കെ എല്ലാ കാലഘട്ടത്തിലുണ്ട്. എന്തുകൊണ്ട് പിണറായി രണ്ടാമതും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തെ മാറ്റി എന്നുകൂടി പരിശോധിക്കേണ്ടതല്ലേ? സ്വാഭാവികമായും ആ മാറ്റം കൂടി കാണേണ്ടത് കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഒരുപക്ഷെ ഇത് 4ാം സ്ഥാനത്ത് എന്നുള്ളതൊരു വലിയ പരിഗണനയായിട്ട് കെ ശൈലജയുടെ ആ ലഭിച്ച ശതമാനവും പിണറായി വിജയൻ്റെ ശതമാനവും ഒരുമിച്ച് ചേർത്ത് വേണം സഖാവ് പിണറായി വിജയനിൽ നിങ്ങൾ കാണേണ്ടത് എന്നുള്ളതാണ്. കേരളത്തിനൊരു വനിതാ മുഖ്യമന്ത്രി എന്നുള്ളത് വളരെ കാലമായി കേരളം ആഗ്രഹിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. സ്ത്രീ വോട്ടർമാരാണ് എന്നതും പ്രധാനപ്പെട്ടതായിരിക്കാം. ഒരുപക്ഷെ സ്ത്രീ വോട്ടർമാരുടെ സ്വാഭാവിക ചോയ്സ് എന്ന നിലയിലും അതിനെ വ്യാഖ്യാനിക്കാം. ജെ.ആർ. പത്മകുമാർ എന്തോ പറയുന്നു. സുരേഷ് ഗോപി 3ാം സ്ഥാനത്താണ്. നിങ്ങളുടെ ആ ഒരു സർവേ, എനിക്ക് തോന്നുന്നു സർവേ ഫലം പുറത്ത് വന്നതിന് ശേഷമായിരിക്കണം ഇദ്ദേഹത്തെ വടകരയിലാക്കി ഡൽഹിയിലോട്ട് മാറ്റാൻ തീരുമാനിച്ചത്. കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ആ ഒരു സാധ്യത ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇപ്പൊ CPM ചെയ്തിരിക്കുന്ന കാര്യം. അതിനെക്കുറിച്ചാണ് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ സർവേ ഫലം ഒതുങ്ങി പാർലമെന്റ് അംഗങ്ങൾ നിയമസഭയിൽ മത്സരിച്ച ചരിത്രവും മുമ്പുണ്ടായിട്ടുണ്ട്. സുരേഷ് ഗോപി 3ാം സ്ഥാനത്തെത്തിയതിനെ കുറിച്ച് കൂടി ഒന്ന് പറയൂ. എല്ലാ മണ്ഡലങ്ങളിലും 4ാമതോ 5ാമതോ ആയെങ്കിലും 5 ഉറപ്പായിട്ടും സുരേഷ് ഗോപി ഉണ്ടായിരുന്നു. സുരേഷ് ഗോപി ഞങ്ങളുടെ കേരളത്തിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, കഴിഞ്ഞ 57 മുതൽ മാറി മാറി ഭരണം നടത്തിക്കൊണ്ട് ഞങ്ങൾ ഈ 2 മുന്നണി സൈന്യത്തൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. അതിൽ ഞങ്ങൾക്ക് 16% വോട്ട് കിട്ടിയെങ്കിൽ ഒരു വലിയ നേട്ടമായിട്ട് ഞങ്ങൾ കണക്കാക്കും. സുരേഷ് ഗോപി ഒന്നാമത് വരികയും സംസ്ഥാന നേതൃത്വത്തെ നയിക്കുന്ന കെ സുരേന്ദ്രൻ ബഹുദൂരം പിന്നിലാവുകയും ചെയ്തു എന്നുകൂടിയുണ്ട്. അങ്ങനെയല്ല, അത് അങ്ങനെയല്ല, ഞങ്ങൾക്ക് ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒക്കെ ഒരുമിച്ച് തന്നെയാണ് തീരുമാനം എടുക്കുന്നത്. അല്ലാതെ ഒരു വ്യത്യസ്തമായ ഒരു സംഭവം നിങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? അങ്ങനെയൊന്നുമല്ല. അത് ഞങ്ങളുടെ ഒരു കേഡർ പ്രസ്ഥാനമാണ്. ഞങ്ങളുടെ പാർട്ടി നിയോഗിക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത്. അല്ലെ ഞങ്ങൾ തീരുമാനമെടുത്ത് പാർട്ടിയെ കൊണ്ട് നടപ്പിലാക്കുന്ന സംവിധാനം അല്ല BJP. അവസാന ചോദ്യത്തിലേക്ക്